സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Let Pn of x be the sequence of Legendre polynomial. Legendre polynomials sequence one, that is Pn of x, Pm of x, whatever it is, P1 of x, P2 of x, etc. Then integral minus 1 to 1 Pn of x, Pm of x dx equal to 1 if m equal to n. Minus integral minus 1 to 1 Pn of x, Pm of x equal to 1 by 2n plus 1 if m equal to n. And integral minus 1 to 1 Pn of x, Pm of x equal to 0 if m equal to n. And the last option is integral minus 1 to 1 Pn of x, Pm of x equal to 2 by 2n plus 1 if m equal to n. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസൾട്ട് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ലെജൻഡർ പോളിനോമിയൽസ് ആണ്. ഓക്കെ, ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ലെജൻഡർ പോളിനോമിയൽ. വീഡിയോ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ലെജൻഡർ പോളിനോമിയൽ. ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. ലെജൻഡർ പോളിനോമിയൽസിന്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 1 Pn of x into Pm of x equal to dx equal to 0 if m not equal to n and 2 by 2n plus 1 if m to n. That's a direct result. So ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? m equal to n ആവുമ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. So the option D is correct. Option D is correct. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Let Jp of x denote the Bessel function. Then d by dx x power p Jp of x equal to x power p minus 1 Jp minus 1 of x. Second option, d by dx of x power p Jp of x equal to x power p Jp minus 1 of x. And third option is d by dx x power minus p Jp of x equal to x power minus p Jp plus 1 of x. And the last one is d by dx of x power minus p Jp of x equal to x power minus p Jp minus 1 of x. ഇവിടെ നമ്മൾ റിസൾട്ട് പറയുന്നത് ബെസൽ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് വിത്ത് d by dx of x power p Jp of x equal to x power p Jp minus 1 of x. ഓക്കെ, ഇതാണ് റിസൾട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഓപ്ഷൻ 2, ഓപ്ഷൻ ബി ഈസ് ട്രൂ. രണ്ടാമത്തെ റിസൾട്ട് കൂടെ പറയാം, ഒരു റിസൾട്ടും കൂടെ അതിന് വന്നിട്ടുണ്ട്. d by dx of x power minus p Jp of x equal to minus x power p, sorry, minus x power minus p Jp plus 1 of x. Okay, minus x power minus p Jp plus 1 of x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. രണ്ട് റിസൾട്ട് വരുന്നത്. ഇവിടെ എന്താണ്? മൈനസ് ഇല്ല. ഓക്കെ, ഇവിടെ മൈനസ് ഇല്ല. സോ തേർഡ് ഓപ്ഷൻ ഫാൾസ് ആയിരിക്കും. മൈനസ് ഉണ്ടെങ്കിൽ അതും ട്രൂ ആവും. ഏതായാലും ഒന്നേ വരുള്ളൂ ആൻസർ. ഓക്കെ, ഡയറക്റ്റ് റിസൾട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇഫ് Pn of x denote the nth degree Legendre polynomial, then find the value of integral -1 to 1 p3 square x dx. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ്. ഇന്റഗ്രൽ -1 to 1 Pn of x into Pm of x dx equal to 0 if m not equal to n and 2 by 2n plus 1 if m equal to n. അല്ലേ? 2 by 2n plus 1 if m equal to n. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ -1 to 1 p3 square x ആണ് കാണാൻ പറഞ്ഞുള്ളത്. p3 square x dx which is equal to integral -1 to 1 p3 of x into p3 of x dx, that is m equal to n ആണ് അല്ലേ? m equal to n ആണ്. m equal to n equal to 3 equal to 2 by 2 into 3 plus 1 which is equal to 2 by 7. Okay, 2 by 7 ആൻസർ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെജൻഡർ പോളിനോമിയൽസിന്റെ ഓർത്തോഗണാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റോൺസ്കിൻ ഓഫ് ദി സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 ഈസ്. അപ്പോൾ റോൺസ്കിൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? റോൺസ്കിൻ ഓഫ് y1 y2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് y1 y2 ആൻഡ് y1 ഡാഷ് y2 ഡാഷ്. ഓക്കെ, അപ്പോൾ y1 ഉം y2 എന്ന് പറഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻസ് കാണാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. സൊല്യൂഷൻസ് ഏത് ഫോമിലാണ് ഉണ്ടാവുക? y ഈക്വൽ ടു ഇ പവർ എം ടി എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുക. y ഈക്വൽ ടു ഇ പവർ എം ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു ഇ പവർ എം ടി എന്നുള്ള ഫോമിലാണ് സൊല്യൂഷൻസ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 അല്ലെ? എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. സോ എം ഈക്വൽ ടു എന്ത് വരും? പ്ലസ് 1 വരും. സോ നമുക്ക് y ഈക്വൽ ടു ഇ പവർ ടി, y1 ഈക്വൽ ടു ഇ പവർ ടി ആൻഡ് y2 ഈക്വൽ ടു ഇ പവർ മൈനസ് വരും. y2 ഈക്വൽ ടു ഇ പവർ മൈനസ് ടി. Wronskian of y1, y2 equal to Wronskian of y1, y2 equal to determinant of e power t, e power minus t and e power t derivative എടുക്കുക, e power minus t derivative minus e power minus t. Okay, so this is equal to e power t into minus e power minus t, that is minus e power t into e power minus t plus minus e power t into e power minus t. Now this is e power 0. e power t into e power എന്ന് പറയുമ്പോൾ e power t minus t which is e power 0 minus 1 minus ഇതും അതേപോലെ 0 ആയിരിക്കും, minus 1 കിട്ടും. So it's equal to minus. Okay, it's equal to minus 2 ആയിട്ട് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു tan x. ഇപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിട്ടില്ല, പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണണമെങ്കിലും നമ്മൾ ജനറൽ സൊല്യൂഷൻ കാണേണ്ട സ്റ്റെപ്പുകളൊക്കെ ചെയ്യണം. കാരണം നമുക്ക് അവിടെ y1 ഉം y2 ഉം ആവശ്യമുണ്ട്. ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് നമ്മളിവിടെ ആ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് yp ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, yp ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. Okay, by method of variation of parameters പ്രകാരം yp of x equal to minus y1 integral y2 g by the Wronskian. W means the Wronskian. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. The particular solution of the equation y double dash plus y equal to tan x is. ഇവിടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സൊല്യൂഷൻ കാണുന്ന എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്യണം. ഇവിടെ ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് yp ഓഫ് എക്സിന്റെ ഇക്വേഷൻ മൈനസ് y1 ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ y2 ഓഫ് എക്സ് g ഓഫ് എക്സ് ബൈ w മീൻസ് Wronskian ഓഫ് y1 ആൻഡ് y2 പ്ലസ് y2 ഇൻ്റഗ്രൽ y1 g ബൈ w. ഓക്കെ, ഇവിടെ g ഓഫ് എക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? tan x ആണ്. tan x, g ഓഫ് എക്സ് എന്നുള്ളത് tan x ആണ്. സോ y1 ഉം y2 ഉം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന്റെ ഹോമോജീനസ് പാർട്ട് എടുക്കണം. ഏതിന്റെ? നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഹോമോജീനസ് പാർട്ട് എടുക്കുക. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക. അതിന്റെ സൊല്യൂഷൻ ആണ് എന്ത്? y1 ഉം y2 എന്ന് പറയുന്നത്. ഓക്കെ, y1 ഉം y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണുക. എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 will implies that m equal to plus or minus i, that is 0 plus or minus i. ഇവിടെ ആൽഫ പ്ലസ് ഐ ബീറ്റ ഫോമിലാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ, ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ
yc of x ന്റെ ഇക്വേഷൻ എന്താണ്? e പവർ ആൽഫ ടി എ കോസ് ബീറ്റ ടി പ്ലസ് ബി സൈൻ ബീറ്റ ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആൽഫ 0 ആണ്, സോ ഇത് എന്തായി പോവും? 1 ആയി പോവും. ഇവിടെ ബീറ്റ ഈക്വൽ ടു 1 ആണ്, സോ എ കോസ് ടി പ്ലസ് ബി സൈൻ ടി. ഇവിടെ y1 എന്ത് കിട്ടും? അപ്പം കോസ് ടി കിട്ടും, ആൻഡ് y2 എന്ത് കിട്ടും? സൈൻ ടി കിട്ടും. y1 ഈസ് കോസ് ടി ആൻഡ് y2 ഈസ് സൈൻ ടി. ഓക്കെ, അത് പ്രകാരം നമുക്ക് എന്ത് കാണാം? റോൺസ്കിയൻ ഓഫ് y1 ആൻഡ് y2 കാണാം. റോൺസ്കിയൻ ഓഫ് y1 ആൻഡ് y2 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ടി, ഡിറ്റർമിനന്റ് ഓഫ് കോസ് ടി സൈൻ ടി മൈനസ് സൈൻ ടി കോസ് ടി ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. ഓക്കെ, റോൺസ്കിയൻ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് എന്താണ്? y1 ആണ്, മൈനസ് y1, സോ മൈനസ് കോസ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, സൈൻ എക്സ് ടാൻ എക്സ് ഡി എക്സ് ബൈ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ജി ആണ് അല്ലേ? ജി ആണ്. ഇതെന്താണ്? y2 ആണ്. ബൈ റോൺസ്കിയൻ ഉണ്ട്. റോൺസ്കിയൻ എന്താണ്? റോൺസ്കിയൻ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, റോൺസ്കിയൻ ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ആവശ്യമില്ല റോൺസ്കിയൻ. നെക്സ്റ്റ് y2, ദിസ് ഇസ് y2 അല്ലേ? സൈൻ എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു y2 ആണ്. y2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് വരും അല്ലേ? സൈൻ എക്സ് ബൈ കോസ് എക്സ്. സോ കോസ് എക്സ് ആൻഡ് കോസ് എക്സ് ആർ ക്യാൻസൽഡ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ സൈൻ എക്സ് മാത്രം മതി. ഇന്റഗ്രൽ സൈൻ എക്സ് മാത്രം മതി. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ എക്സ്? ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് അല്ലേ? മൈനസ് കോസ് എക്സ് വരും. സോ ദ ആൻസർ ഈസ് വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇതാണ് വൈ പി ഓഫ് എക്സ് വരുന്നത്. അപ്പോൾ ഇതേതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ബി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. ഓപ്ഷൻ ബി ഈസ് ട്രൂ. ഇനി അതിന്റെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. y ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. സോ എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് ജനറൽ സൊല്യൂഷൻ ആയി. നമ്മളോട് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു എക്സ് ക്യൂബ് ഇ പവർ എക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y ഏതാണെന്നുള്ളത് അത് കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഞാൻ വൈക്ക് ഞാൻ ഇവിടെ ഒരു ഫൈനൽ ആൻസറിൽ ഒരു ഇ പവർ എക്സ് ഉള്ളതുകൊണ്ട് ആൻഡ് നമ്മുടെ ഓപ്ഷൻസിൽ ഇ പവർ എക്സ് ഉള്ള ആകെ ഒരു സൊല്യൂഷനെ കാണുന്നുള്ളൂ, ബി ഓപ്ഷൻ. അപ്പൊ y ഈക്വൽ ടു ഈ ഫംഗ്ഷൻ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ വരിക നോക്കൂ. അപ്പൊ ആദ്യം ഞാൻ y കണ്ടു, y എടുത്തു, y ഡാഷും കണ്ടുവച്ചു. y ഡാഷ് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ എക്സ് പ്ലസ് സി ഇൻറ്റു 2x. ജസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. ഓക്കെ, ജസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. അത് വെച്ചിട്ട് ഞാൻ അതിൽ കൊടുത്തു, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഡാഷ്. എക്സ് ഇൻറ്റു വൈ ഡാഷ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ക്യൂബ് വരും അല്ലെ? എക്സ് ക്യൂബ് ഇ പവർ എക്സ് വരും. എക്സ് ക്യൂബ് ഇ പവർ എക്സ് വരും പ്ലസ് ഇ പവർ എക്സ് പ്ലസ് സി ഇൻറ്റു 2x ഉണ്ട്. അപ്പൊ ഇതിനോടും കൂടി ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ വരും. 2x സ്ക്വയർ ഇ പവർ എക്സ്, അത് ഞാൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 2x സ്ക്വയർ ഇ പവർ എക്സ് പ്ലസ് 2x സ്ക്വയർ വരും. ഓക്കെ, അതിന് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് എഴുതി. നെക്സ്റ്റ് വരുന്നത് മൈനസ് 2y ആണ് അല്ലെ? മൈനസ് 2y. അപ്പൊ ഇതിനോട് എന്ത് ചെയ്യുക? ഒരു മൈനസ് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 2x സ്ക്വയർ ഇൻറ്റു ഇ പവർ എക്സ് പ്ലസ് സി. അത് ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x സ്ക്വയർ ഇ പവർ എക്സ് മൈനസ് 2x സ്ക്വയർ സി. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി? 2x സ്ക്വയർ ഇ പവർ എക്സും മൈനസ് 2x സ്ക്വയർ ഇ പവർ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. 2x സ്ക്വയർ സി ആൻഡ് 2x സ്ക്വയർ സി ക്യാൻസൽ ചെയ്ത് പോയി. ഫൈനൽ ആൻസർ എക്സ് ക്യൂബ് ഇ പവർ എക്സ്. ഇത് തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്? നോക്കൂ, എക്സ് ക്യൂബ് ഇ പവർ എക്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ ബി എന്നുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ. y ഈക്വൽ ടു ഈ എക്സ് സ്ക്വയർ ഇ പവർ എക്സ് പ്ലസ് സി എന്നുള്ളത് എന്താണ്? അതിന്റെ സൊല്യൂഷൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡ്. പക്ഷെ ചില ഭാഗങ്ങളിൽ ഇത് എന്ത് ചെയ്യില്ല, പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാവുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തന്നത് ഫോർ എക്സാമ്പിൾ സൈൻ ഓഫ് y ബൈ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വൈന്റെ ആൻസറിൽ y എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വളരെ ലോഗ് എക്സോ ഇ പവർ എക്സോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരം
സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്, നിങ്ങൾ ചെയ്ത മെത്തേഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 2y ഈക്വൽ ടു എക്സ് ക്യൂബ് ഇ പവർ എക്സ് ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2/xy ഈക്വൽ ടു സ്ക്വയർ ഇ പവർ എക്സ്. സോ ഹിയർ പി ഓഫ് എക്സ് ഏത് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്, ഈ ഫോമിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇത് നോട്ട് ഈക്വൽ ടു 0, ഹോമോജീനസ് അല്ല, നോൺ ഹോമോജീനസ് ആണ്. അപ്പൊ നോൺ ഹോമോജീനസ് ആകുമ്പോൾ ഈ ഇക്വേഷൻ എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൈൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നു എന്ന് പറയാൻ കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൂഫാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇക്വേഷൻ കുറെ കൂടെ ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് അത് കണ്ടുപിടിക്കാനും പറ്റും. ഒന്നുമില്ല, ഞാൻ ചെയ്തത് ത്രൂ ഔട്ട് ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഇത് പറയുന്നില്ല. സോ ഇവിടെ നമുക്ക് കാണേണ്ടത് ജി ഓഫ് എക്സ് കാണണം, ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് കാണണം, ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് കാണണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ ആദ്യം കാണുന്നു, മറ്റേ എന്താണ് അതിന്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2/x ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ പവർ എക്സ് ആണ്. സോ ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ പവർ മൈനസ് ഇന്റഗ്രൽ മൈനസ് 2/x ഡി എക്സ്. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി, 2 ഔട്ട് സൈഡ് എടുത്തു. ഇ പവർ 2 ഇൻറ്റു ഇന്റഗ്രൽ 1/x ഡി എക്സ്, ദാറ്റ് ഈസ് ഇ പവർ 2 ln x വിച്ച് ഇസ് ഈക്വൽ ടു ഇ പവർ ln x സ്ക്വയർ. എക്സ്പോണൻഷ്യലും ലോഗരിതവും ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്താണ്, എക്സ് സ്ക്വയർ ആണ്. സോ ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും, എക്സ് സ്ക്വയറിന്റെ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് 1/x സ്ക്വയർ. ഓക്കെ, ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും, 1/x സ്ക്വയർ കിട്ടും. സോ y ഈക്വൽ ടു ഇതെന്താണ്, ദിസ് ഈസ് ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ജി, ഇതെന്താണ് ഇ പവർ ഇന്റഗ്രൽ പി ഡി എക്സ്. ഓക്കെ, അത് കൊടുത്തു. സോ എക്സ് സ്ക്വയർ ആർ ക്യാൻസൽഡ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഇ പവർ എക്സ് വരും, സോ ഇന്റഗ്രൽ ഇ പവർ എക്സ് തന്നെ, ഇവിടെ ഒരു സി ഉണ്ട്. സോ ഇ പവർ എക്സ് പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് തന്നെയാണ് y ഈക്വൽ ടു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ